ഈ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ. আপনারা যেহেতু তাদেরকে আশ্রয় প্রশ্রয় দিচ্ছেন, কথা স্পষ্ট করে বলে দিতে চাই, ভারতের যারা সেপারেটিস্ট আছে বাংলাদেশে আমরা তাদেরকে আশ্রয় প্রশ্রয় দিয়ে যে সেপারেটিস্টরা রয়েছে সেটাকে বাংলাদেশ থেকে ഒന്നും മനസ്സിലായില്ലല്ലോ. ഇത് ബംഗാളിയിലുള്ളതാണ്. അതായത് ഒരു ബംഗ്ലാദേശി തീവ്രവാദി, പേര് ഹസനത്ത് അബ്ദുള്ള, നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന് പറയുന്ന NCP എന്ന് പറയുന്ന ബംഗ്ലാദേശിലുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്. ഇവനവിടെ ധാക്കയിൽ നിന്നിട്ട് സെൻട്രൽ ഹമീദ് മിനാറിൽ നടന്ന ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന വീഡിയോയാണിത്. ഇന്ത്യയെ അങ്ങ് നശിപ്പിച്ച് കളയും, ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങൾ, നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ അങ്ങ് മുറിച്ചു മാറ്റും, അത് ഇന്ത്യയിൽ നിന്നങ്ങ് വേർപെടുത്തും എന്നൊക്കെയാണ് ഭീഷണി. ഇത് മാത്രവുമല്ല പറയുന്നത്, വിഘടനവാദി ഗ്രൂപ്പുകളുണ്ട് ബംഗ്ലാദേശിലുള്ള. ആ വിഘടനവാദി ഗ്രൂപ്പുകൾക്ക് ധാക്കയിൽ അഭയം നൽകും. എന്നിട്ട് ഈ പറയുന്ന 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സപ്ത സഹോദരി എന്ന് പറയുന്ന സംസ്ഥാനങ്ങളെ ആകെ ഇന്ത്യയിൽ നിന്നങ്ങ് വേർപെടുത്തി ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറൊക്കെ വെച്ച് കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. വട കിടന്ന് അനാവശ്യമായിട്ട് സംസാരിക്കാതെ എന്ന് മാത്രമേ ഇന്ത്യ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയുടെ ബംഗ്ലാദേശിൻ്റെ ഹൈ കമ്മീഷണറെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള മറുപടി സാധാരണഗതിയിൽ ഇന്ത്യ വാഗൊണ്ടല്ല പറയാറുള്ളത്, തോക്കുകൊണ്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പലതിനെയും ഇപ്പോൾ പാലൂട്ടി വളർത്തുന്നത് പാകിസ്ഥാൻ എപ്രകാരമാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ബംഗ്ലാദേശും ചെയ്യുന്നുണ്ട്. ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് തുടങ്ങിയ ഭീകരവാദ സംഘടനകൾക്കെല്ലാം തന്നെ ധാക്കയിൽ ഇവർ അഭയം കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഈ പറയുന്ന ഹസനത്ത് അബ്ദുള്ളയെ പോലുള്ള തീവ്രവാദികൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്ത്യ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. അവിടെ പട്ടിണിയും പരിവട്ടവുമായിട്ട് ജനം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യ ഉപദേഷ്ടാവ്, ലോകത്തെങ്ങുമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ സ്ഥാനം മുഖ്യ ഉപദേഷ്ടാവെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ കയറിയിരിപ്പുണ്ട്. യൂനുസ് പട്ടാള അന്ത്യശാസനം നിരവധി തവണ കൊടുത്തിട്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല, ഭരണഘടന പുനർനിർമ്മിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇലക്ഷൻ പോലും നടത്തുന്നില്ല. അവിടെ അരാജകമായ അവസ്ഥയിൽ ബംഗ്ലാദേശ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരു രാജ്യത്തിൻ്റെ ഗതികേടാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ UDF ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട്. ഏതാണ്ട് അതേ ഒരേ സ്വഭാവമുള്ള, ഒരേ ആശയങ്ങൾ പിന്തുടരുന്ന ഗ്രൂപ്പുകൾ തന്നെയാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ മൗദൂദിയുടെ ആശയങ്ങൾ, അന്യനെ കൊല്ലുക, ജിഹാദ് നടത്തുക, ഇസ്ലാം അല്ലാത്തവരെ ഇല്ലായ്മ ചെയ്യുക തുടങ്ങിയ മറ്റ് മതവിശ്വാസമുള്ളവരെ കൊല്ലുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ വെല്ലുവിളിക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. 3 സൈനിക താവളങ്ങൾ ഇന്ത്യ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ചിക്കൻ നെക്ക് എന്ന് വിചാരിക്കുന്ന പ്രദേശത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഉരുക്ക് പ്രദേശമാണ് ഇപ്പോൾ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് അടി കിട്ടുമ്പോൾ മനസ്സിലാവും. പാകിസ്ഥാൻ ഇത്രയും നാൾ മനസ്സിലായില്ലായിരുന്നു, തീവ്രവാദം പാടില്ല നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവർക്ക് പാടില്ല ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് മിണ്ടായിരിക്കുകയല്ല, വീണ്ടും തീവ്രവാദികളെ പറഞ്ഞു വിടും. അപ്പോൾ എന്ത് ചെയ്ത്, അപ്പോൾ ജിദ്ദോർ പറഞ്ഞവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി കൊടുക്കണം. അങ്ങനെ മനസ്സിലാവുന്ന ഭാഷയിൽ മറുപടി കൊടുത്തു, കൃത്യമായ മറുപടി. അപ്പോൾ മനസ്സിലായി പാടില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. അതാണ് പാകിസ്ഥാൻ്റെ അനുഭവം. അതേ അനുഭവം ബംഗ്ലാദേശിന് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ബംഗ്ലാദേശിനും ഇത്തരത്തിൽ തീവ്രവാദം പാടില്ല എന്നൊരു ബോധം ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ 3 അതായത് ധൂബ്രിക്കടുത്ത് ലാച്ചിത് ബോർഫുക്കൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററി സ്റ്റേഷൻ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിഷൻഗഞ്ചിൽ ഒരു ഫോർവേഡ് ബേസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ചോപ്രയിലും ഒരു ഫോർവേഡ് ബേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ ഇന്ത്യയുടെ വലിയ ബേസുകൾ, വലിയ സൈനിക സംവിധാനങ്ങൾ ഈ പറയുന്ന സിലിഗുരി കോറിഡോർ മേഖലയിൽ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട്, ബ്രഹ്മോസ് വിന്യസിച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടും പഠിക്കാത്ത ബംഗ്ലാദേശ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അടി കൊള്ളുമ്പോഴേ പഠിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഭരണമാറ്റം നടന്ന ബംഗ്ലാദേശിൻ്റെ അവസ്ഥ കൈവിട്ട നിലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് വൈകാതെ ഇടപെടേണ്ടി വരും. ഇന്ത്യ അടിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ട പ്രദേശങ്ങൾ, അതായത് ഹിന്ദു ഭൂരിപക്ഷ മേഖലകളടക്കം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോരും. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എപ്രകാരം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നുവോ അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദു ഭൂരിപക്ഷ മേഖല, ചിറ്റഗോങ് പോർട്ട് ഇരിക്കുന്ന മേഖലയടക്കം ഇന്ത്യയുടെ ഭാഗമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് അരക്കൻ പ്രദേശത്തുള്ള
അരക്കൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന അരക്കൻ ആർമി വാഴുന്ന പ്രദേശം അവർ പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രമാവാൻ സ്വയം പ്രഖ്യാപിച്ച് ഞങ്ങളിതാ പോകാൻ പോവുകയാണ്. ബുദ്ധിസ്റ്റ് മേഖലയാണ്, അവർ സ്വതന്ത്രമാകാൻ പോവുകയാണ്. റോഹിംഗ്യൻ തീവ്രവാദികളെയൊക്കെ തുരത്തിയ ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടേതായ ഒരു രാജ്യം സൃഷ്ടിച്ച് മ്യാൻമാറിൽ നിന്ന് മാറിപ്പോകാൻ താല്പര്യപ്പെടുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെ ബംഗ്ലാദേശും ഇപ്രകാരമുള്ള പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ബംഗ്ലാദേശിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി വരാൻ പോകുന്നു. ചിറ്റഗോങ് അടക്കമുള്ള മേഖലകൾ പല വിധത്തിലുള്ള അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകൾ ബംഗ്ലാദേശ് അങ്ങ് ചുരുങ്ങും. ബംഗ്ലാദേശ് ഇങ്ങനെ പടർന്ന് കയ്യും കാലും നീട്ടി നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഇല്ലാതാകും. പണ്ടൊരിക്കൽ കയ്യും കാലും നീട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ടൊരിക്കൽ ഈ പറയുന്ന 1971 യുദ്ധം നടന്നു. ഇന്നലെ അതിൻ്റെ പ്രഹാർ ദിവസമായിരുന്നു. അതായത് നമ്മൾ പാകിസ്ഥാന് മേൽ വിജയം വരിച്ച ദിവസം. ആ ദിവസത്തിൽ നമ്മൾ ഈ പറയുന്ന ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഭാരതിനെ ഹമാരെ ബാസു കാട് ദിയാന്ന്, നമ്മുടെ കൈ വെട്ടിക്കളഞ്ഞു ഇന്ത്യ, അതുകൊണ്ട് ഭാരത് സർ കാട് ദേങ്കെ, നമ്മൾ ഇന്ത്യയുടെ തല വെട്ടുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ഇപ്പോൾ തലയല്ല, നട്ടല്ലൊടിഞ്ഞിരിക്കുകയാണ്. അതായത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന നടും ഭാഗം വിട്ടുപോരാൻ കാത്തിരിക്കുകയാണ്. ഏതാണ്ട് 40% വരുന്ന പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതി, അതായത് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യമാകുന്നു. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സിന്ധും ഞങ്ങൾക്ക് വേർപെട്ട് പോകണം എന്ന് ആവശ്യപ്പെടുന്നു. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ്റെ LOC മേഖല അതിൽ കിടക്കുന്ന ഈ പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യയോട് ചേരണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ്റെ ഭരണപ്രദേശമായിട്ടുള്ള പ്രദേശമുണ്ട്. ആ പ്രദേശവും പറയുന്നു പഷ്തൂനിസ്ഥാൻ. അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്കും മറ്റു രാജ്യമാകണമെന്ന് പറയുന്നു. ഇങ്ങനെ പാകിസ്ഥാൻ നട്ടലൊടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാനാണ് ബംഗ്ലാദേശിനെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായത്തോടു കൂടി ഭരണം അട്ടിമറിച്ച് അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ പ്രവർത്തനം നടത്തുന്ന ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ഇനി അങ്ങോട്ട് തീരെ ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയോട് അധികം മുട്ടാൻ നിൽക്കേണ്ട, അത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളൊരു സൂചന കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ പ്രസംഗങ്ങൾക്ക് ഇന്ത്യ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് തോക്കുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയുടെ അതായത് ബംഗാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഇടയ്ക്കുള്ള അതിർത്തി ആകെ തന്നെ ഫെൻസിങ് ചെയ്യാനായിട്ടുള്ള എല്ലാ തീരുമാനവുമായിട്ടുണ്ട്. SIR നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യപ്പെടുന്ന ബംഗ്ലാദേശികൾക്ക് അവിടെ തന്നെ നിൽക്കാനേ ഗതിയുള്ളൂ. ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയില്ല. ഇവരെല്ലാവരും SIR പ്രകാരം ഇവിടുന്ന് ഓടിക്കഴിയുമ്പോൾ നമ്മൾ ഫെൻസിങ് അങ്ങ് കെട്ടും. ഫെൻസിങ് പൂർത്തിയാക്കി കഴിയുമ്പോൾ പിന്നെ ഒരുത്തനും ആ വഴി നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് ഇനി നുഴഞ്ഞു കയറ്റക്കാർക്ക് പ്രവേശനമുണ്ടാകില്ല. കൃത്യമായ മറുപടി ഉണ്ടാകും. ഇവിടെയും ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾക്കും കൃത്യമായ നയം, കൃത്യമായ മറുപടി ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ പറയുന്ന ഭീകരവാദികളുടെ പ്രസംഗങ്ങൾക്ക് അത്രയേ വിലയുള്ളൂ. പക്ഷേ ഉള്ളതിൻ്റെ വില അവർക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ സൈന്യമായിരിക്കും സമ്മാനിക്കുക. അധിക കാലം ഈ ഭീകരർക്ക് അവിടെ വാഴാൻ കഴിയില്ല. അത് വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കായി നിരന്തരം ഇന്ത്യ ലൈവ് വാർത്തകൾ എത്തിക്കുന്നുണ്ട്. ഈ വാർത്തകൾക്ക് നിങ്ങൾ മികച്ച പിന്തുണയും നൽകുന്നു. എന്നാൽ വാർത്ത കാണുന്ന ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യാൻ കഴിയുന്നവർക്ക് ഇന്ത്യ ലൈവിനെ പിന്തുണയ്ക്കാനുള്ള ഒരു അവസരമാണ്. അതുകൂടി കണക്കിലെടുത്ത് ചാനൽ ഇന്ത്യ ലൈവിൻ്റെ ന്യൂസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി പേർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ജോയിൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ പിന്തുണയാണ്. മറ്റുള്ളവരോടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക.